ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യില്ലേ, ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ടൂള് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്നറിയോ? ചാർട്ടിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാം, അതുമാത്രമല്ല ഡേ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്സ് നമ്മൾ ഓർഡർ ഇട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരു ഓർഡർ അല്ല 3 ഓർഡർ ഒരുമിച്ചിടും. ഈ 3 ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ എൻട്രി ചെയ്യുന്നത്, അതായത് ബൈ ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് ഇടുന്നത്, ടാർഗറ്റ് ഇടുന്നത്, ഇങ്ങനെ 3 ഓർഡർ കൂടി ഒരുമിച്ചിടാവുന്ന ബ്രാക്കറ്റ് ഓർഡറാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ ബ്രാക്കറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ കേസ് നമ്മളെ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് എൻട്രി ഇട്ട്, അതായത് ബൈ ചെയ്ത്, അതിനുശേഷം നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം. ഓക്കെ, ആ സ്റ്റോപ്പ് ലോസ് അടിക്കുവാനും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അല്ലേ? ഇങ്ങനെയുള്ളതാണ് ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റ് ഓർഡർ നമുക്ക് എങ്ങനെ ഇടാം, അത് ചാർട്ടിൽ നിന്ന് എങ്ങനെ ഇടാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഡേ ട്രേഡേഴ്സ് എന്തായാലും കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഷെയർഖാന്റെ ട്രേഡ് ടേക്കർ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓരോ ടൂൾസ് ആയിട്ട് ഓരോ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇനി പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ പുതിയ ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ബ്രാക്കറ്റ് ഓർഡറിനെ കുറിച്ചാണ്. ബ്രാക്കറ്റ് ഓർഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ ഒരുമിച്ച് ഇടുന്നത്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുവാണ്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഞാൻ എടുക്കുന്നതാണ്. നിഫ്റ്റിയിൽ നിന്ന് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു, BPCL സെലക്ട് ചെയ്തു. ഓക്കെ, 617 രൂപയാണ് ഇപ്പോൾ അത് റേറ്റ്. ഞാൻ ഒരു ഡബിൾ ക്ലിക്ക് കൊടുത്തു. അപ്പോൾ ചാർട്ട് വന്നു, അതിൻ്റെ കാൻഡിൽസ്റ്റിക് ചാർട്ട് വന്നു. ഈ ചാർട്ട് വന്നിട്ട് 30 ഡേ 15 മിനിറ്റ്സ് ആണ്. അതായത് ഇതിൽ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഡേയിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടോ? മുകളിൽ കണ്ടോ? 13th ജൂൺ. ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഓരോ 15 മിനിറ്റ്സുമാണ് ഓരോ ക്യാൻഡിൽ ഫോം ചെയ്യാനെടുക്കുന്ന സമയം. ഞാൻ ഡേ ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റ്സോ 15 മിനിറ്റ്സോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡേ ട്രേഡ് ചെയ്യുന്നതിന് 15 മിനിറ്റ്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെടുത്ത് കാണിക്കുന്നത് മാത്രം. ഇവിടെ മുകളിലേക്ക് ലെഫ്റ്റ് സൈഡ് മുകളിലേക്ക് നോക്കി എൻട്രി ലൈൻ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്, 3 ലൈൻസിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എൻട്രി ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മൗസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. താഴേക്ക് വന്ന് നമ്മളുടെ ഉദ്ദേശിക്കുന്ന റേറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇതാണെന്ന് കരുതാം, 616.20. ഇതാണ് ഞാൻ ബൈ ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് കരുതാം. ഇപ്പം മാർക്കറ്റ് റേറ്റ് ഇത് ഇവിടെ ഡാർക്കിൽ കാണാം, 617.75 ഞാൻ വാങ്ങിക്കുന്നത് 616.20 വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. എൻ്റെ അനാലിസിസിൽ അങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്നുള്ള ലൈൻ നമുക്ക് എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 രൂപ താഴെ സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാമെന്നാണ് ഇത്. ഏകദേശം 5 രൂപ താഴെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. 10 രൂപ മുകളിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ടാർഗറ്റ് ഇടുന്നത് അപ്പോൾ ഒരു 10 രൂപ. അപ്പോൾ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഞാൻ ടാർഗറ്റ് ബുക്ക് ആവുള്ളൂ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ. കാണാവുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 616.20 ഞാൻ ബൈ ചെയ്യും. താഴേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 611.20 അടിക്കും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 626 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് 5 രൂപ മൈനസ് വന്നാൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്നു. മുകളിൽ ടാർഗറ്റിൻ്റെ ബ്രാക്കറ്റിൽ കാണിക്കുന്നത് 10 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതുമാണ്. സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ഇത് എൻട്രി. ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന 2 എന്ന് പറയുന്നത് റേഷ്യോ ആണ്. അതായത് 5-10 1:2 അല്ലേ? അത് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഇതാണ് നമ്മൾ ട്രേഡ് സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എത്ര നമ്പർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഷെയർസ് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര റിസ്ക് എടുക്കാൻ പറ്റും അത്രയും തന്നെ നമുക്ക് ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഓർഡർ എടുക്കാം. ഞാൻ എന്ത് ചെയ്യും, എൻട്രി ലൈനിൽ ഒരു ഡബിൾ ക്ലിക്ക് കൊടുക്കാൻ പോവാണ്. കൊടുത്തു. ഇങ്ങനെ ഒരു ഓർഡർ ബുക്ക് വന്നു. ഓർഡർ ബുക്ക് ചെയ്യാനുള്ള, ഓർഡർ എടുക്കാനുള്ള ഒരു ബോക്സ് വന്നു. ബിഗ് ട്രേഡ് പ്ലസ് ആണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബൈ NSE BPCL, ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് ഞാനിപ്പോൾ എക്സാമ്പിൾ 100 ക്വാണ്ടിറ്റി ഇട്ടു.
616.20 നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ്. ബ്രാക്കറ്റ് ഓർഡർ ആണ്, ബിഗ് ട്രേഡ് പ്ലസ് ആണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എത്രയാണ് നമ്മൾ കൊടുത്തത്? 615.20 ഇവിടെ വന്നിട്ടുണ്ട്. ബുക്ക് പ്രോഫിറ്റ് എത്രയാണ്? 626.25 അതും വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ അവിടെ ആയിക്കോളും. ക്ലിയർ ആണല്ലോ? ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോക്കി, ഓർഡർ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 61,620 വന്നിട്ടുണ്ട്. മാർജിൻ റിക്വയർമെന്റ് 12,324 ഉള്ളൂ. അതിന്റെ റീസൺ എന്താണ്? നമുക്ക് എല്ലാത്തിനും 5 times എക്സ്പോഷർ കിട്ടുന്നുണ്ട്. എല്ലാ സ്റ്റോക്സിനും കിട്ടില്ല, എലിജിബിൾ ആയിട്ടുള്ള സ്റ്റോക്സിന് 5 times എക്സ്പോഷർ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എമൗണ്ട്, ചെറിയ എമൗണ്ട് മാത്രമേ ഈ ഒരു ട്രേഡ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. ഞാനത് ഓർഡർ ഇടുവാണ്, പ്ലേസ് ചെയ്തു, കൺഫേം ചെയ്തു, ഓർഡറായി. ഇനി ഓർഡർ ആയോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കും. ഈ ഓർഡർ ബുക്കിൽ പോയി നോക്കണം. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ഓർഡർ ബുക്കിൽ പോയി ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് F3 കൊടുത്താൽ മതി. F3 കൊടുത്താൽ ഓർഡർ കിട്ടും. ഇതാണ് ഒരു ഓർഡർ. 616.20 കൊടുത്തിട്ടുള്ള ഓർഡർ ഇതാണ്. വേറൊരു ഓർഡർ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വയ്ക്കാം. 616.20 ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഓർഡർ. അതിൻ്റെ നോക്കി എല്ലാം കൃത്യമായിട്ട് ഓർഡർ പ്രൈസും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇതിവിടെ നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് നോക്കാം. പെൻഡിങ് ആയതുകൊണ്ട് വേറൊരു ഓർഡർ ഇട്ടുകൊണ്ട് ആട്ടോ അവിടെ കിടക്കുന്നത്. വേറെ ഇപ്പം ഇട്ടിരിക്കുന്ന ഓർഡർ അല്ലാതെ ഇത് നേരത്തെ ഇട്ട ഓർഡറാണ്. 2 ഓർഡർ ഇട്ടാണ്. ഓക്കെ, 100 ക്വാണ്ടിറ്റിയുടെ 2 ഓർഡർ കിടപ്പുണ്ട്. അത് നോക്കണ്ട, ഇപ്പം ഇട്ടിട്ട് ഓർഡർ മാത്രം നോക്കാം. 616.20. ഇനി അതിന് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഇത് മോഡിഫൈ, മുകളിൽ മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാം. എന്ത് വേണമെങ്കിലും ഇവിടെ മോഡിഫൈ ചെയ്ത് കൊടുക്കണേ. ബൈ പ്രൈസോ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ എന്ത് വേണമെങ്കിലും മോഡിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓർഡർ പെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസലും ചെയ്യാം. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഏത് ഇതാണോ സ്റ്റോക്കാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതാണോ ഏതാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ അത് ക്യാൻസൽ ആയി പോകും. പെൻഡിങ് ആണെങ്കിൽ വൺസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എൻട്രി മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ഇത് ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട്. നോർമൽ ഓർഡർ ആണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എക്സിക്യൂട്ട് ആയി എന്ന് കരുതാം. എക്സാമ്പിൾ എത്ര എമൗണ്ടാ? 616.50 നമ്മൾ 616.20 ഓർഡർ ഇരിക്കുന്നത്. ഞാൻ 616.50 ഇട്ടിട്ട് ഇപ്പൊ തന്നെ മിക്കവാറും എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയല്ലോ. 620 ഓർഡർ എക്സിക്യൂട്ട് ആയി, 2 എക്സിക്യൂട്ട് ആയി. 616.20 ഓർഡർ എക്സിക്യൂട്ട് ആയി. ഇനി നോക്കിയാൽ അറിയാം 2 ഓർഡർ എക്സിക്യൂട്ട് ആയി. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? നോർമൽ ഓർഡർ ആണെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്ത് മോഡിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അത് മീറ്റ് ആയിട്ടില്ലല്ലോ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ആവണ്ടേ? അതുവരെ നമുക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും മോഡിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ 620 എത്തിയെന്ന് വെച്ചു, നമുക്ക് 620 സെല് ചെയ്യണം. അങ്ങനെ 626 ബുക്ക് പ്രോഫിറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ 620 എത്തിയ സമയത്ത് നമുക്ക് സെല് ചെയ്യണം. വേഗം 620 ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അതുപോലെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യണം. ഇപ്പം 616 വാങ്ങിച്ചത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് മാറ്റിയിടണമെങ്കിൽ 615 ഇടണമെങ്കിൽ അതിടാം. കണ്ടോ? അങ്ങനെ മോഡിഫൈ ചെയ്യാം. ഇത് രണ്ടും നമുക്ക് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ മീറ്റ് ചെയ്യുമ്പോൾ അത് ബുക്ക് ആയിക്കോളും. റിപ്പോർട്ട്സിൽ നെറ്റ് പൊസിഷൻ എടുത്താൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാം. BPCL 200 ക്വാണ്ടിറ്റി, രണ്ടും കൂടി 200 ക്വാണ്ടിറ്റി അവിടെ കാണിച്ചിട്ടുണ്ട്. 10 രൂപ ലോസിലാണ് ഇപ്പോൾ കിടക്കണേ. നോക്കാം, കുറച്ച് കഴിയുമ്പോഴേക്കും പ്രോഫിറ്റ് ആവുമെങ്കിൽ വിൽക്കാം. വിൽക്കണമെങ്കിൽ എങ്ങനെയാ? ഇവിടെ നിന്ന് വിൽക്കാൻ പറ്റില്ല. നേരെ സാധാരണ BLS നോർമൽ ഓർഡർ ആയിട്ടേക്കണേ. ആ ഓർഡർ എനിക്ക് ഇവിടെ നിന്ന് സ്ക്വയർ ഓഫ് എന്നും പറഞ്ഞിട്ട് സെല് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്താൽ മതി. പക്ഷേ ബ്രാക്കറ്റ് ഓർഡർ ഇവിടുന്ന് സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഓർഡർ ബുക്കിൽ പോയിട്ട് മാത്രമേ മോഡിഫൈ കൊടുത്ത് പ്രോഫിറ്റ് മാറ്റിയിട്ടിട്ട്, അതായത് പ്രോഫിറ്റ് ഇപ്പം നമുക്ക് സെല് ചെയ്യേണ്ടത് 625 625 ഇട്ടിട്ട് പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഓർഡർ ബുക്കിൽ പോയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ?
നോർമലിലാണെങ്കിൽ നോർമൽ ഓർഡർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിടക്കുക, അത് ഇവിടുന്ന് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. നോക്കാം. 50 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, കാരണം 200 എണ്ണ വാങ്ങിച്ചേക്കണേ. 50 രൂപ പ്രോഫിറ്റ്. അങ്ങനെ പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ഓർഡർ പഠിച്ചുല്ലോ. ഇനി ഇത് 3 മണി വരെ, എക്സാക്ട്ലി പറയുന്നത് 3:11 വരും. നമ്മൾ 3 മണിക്കുള്ളിൽ നമുക്ക് എന്തായാലും എല്ലാ ഓർഡറുകളും എക്സിക്യൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഓട്ടോമാറ്റഡ് ആയിട്ട് സിസ്റ്റം തന്നെ സെൽ ഓഫ് ചെയ്യും, സ്ക്വയർ ഓഫ് ചെയ്യും. അതുകൊണ്ട് 3 മണിക്കുള്ളിലായി തന്നെ എല്ലാം സ്ക്വയർ ഓഫ് നമ്മൾ തന്നെ ചെയ്തോളണം. ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തോളണം. അതിനുശേഷം നമ്മുടെ കയ്യിലായിരിക്കില്ല കാര്യങ്ങൾ. ഓട്ടോമാറ്റഡ് സിസ്റ്റം പ്രോഫിറ്റോ ലോസോ ഒന്നും നോക്കാതെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ചെയ്യും. കാരണം ഇത് ഇൻട്രാഡേ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കാം. ചെറിയ പ്രോഫിറ്റിലാണുള്ളത് BPCL. അപ്പം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി എടുത്തല്ലേ, നമുക്കത് സെല് ചെയ്ത് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നെറ്റ് പൊസിഷനിൽ നിന്നല്ല ട്രേഡ് എടുക്കേണ്ടത്, സെല് ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണം? നേരെ ഓർഡർ ബുക്കിൽ പോവാം. ഓർഡർ ബുക്കിൽ പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ F3 അല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ ബുക്ക് കിട്ടും കേട്ടോ. ഇത് രണ്ടും ഞാൻ സെല് ചെയ്യാനുള്ള ഏർപ്പാടിൽ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യണം? മോഡിഫൈ. ഇപ്പം 618 റേറ്റ്. ഇത്രയൊന്നും കാത്തു നിൽക്കുന്നില്ല. 626 ആകുന്നില്ല. 626 വരെ ആണെങ്കിൽ കാത്തു നിൽക്കാം. ആയില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലായി പോയിക്കോളും എൻഡ് ഓഫ് ദി ഡേയിൽ. അപ്പം നമ്മൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 618 ഇട്ടിട്ട് ക്ലോസ് ചെയ്യാൻ പോയത്. അതുപോലെ തന്നെ ഇതും ക്ലോസ് ചെയ്യുകയാണ്. 2 ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അതും 618 ഇട്ടിട്ട് ക്ലോസ് ചെയ്യുകയാണ്. നോക്കാം. F5 നെറ്റ് പൊസിഷനിൽ നോക്കാം. ഒരെണ്ണം ക്ലോസ് ആയി, മറ്റേത് അവിടെ നിന്ന് നിൽക്കുവാണ്. രണ്ടും ക്ലോസ് ആയി. 355 രൂപ പ്രോഫിറ്റ്, ബുക്ക്ഡ് പ്രോഫിറ്റ് അല്ലേ. MTM എന്ന് പറഞ്ഞാൽ മാർക്ക് ടു മാർക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഓർ ലോസ് അവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ BLSൻ്റെ ഇപ്പോൾ ലോസിലാണ്. പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ അത് വിൽക്കും. BPCL ബുക്ക്ഡ് പ്രോഫിറ്റായി ബുക്ക് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ എടുത്തതാണ്, കാണിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ സ്റ്റോക്സിലാണ് കാണിച്ചെങ്കിൽ നിഫ്റ്റിയിലെ ഒരു സ്റ്റോക്ക് എടുത്ത് കാണിച്ചേ. നിഫ്റ്റിയിലെ എല്ലാ സ്റ്റോക്കും തന്നെ ബിഗ് ട്രേഡിൽ വന്നിട്ടുള്ളതാണ്, ഈ ബ്രാക്കറ്റോട് ഇടാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ എല്ലാ സ്റ്റോക്കും, മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റോക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ മാർക്കറ്റ് വാച്ചിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ബിഗ് ട്രേഡ് ലിസ്റ്റ് കണ്ട, ബിഗ് ട്രേഡ് പ്ലസ് ലിസ്റ്റ്, ബിഗ് ട്രേഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്റ്റോക്കും തന്നെ ഇതിന് അവൈലബിൾ ആണ്. ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ബിഗ് ട്രേഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് കണ്ടോ. ലിസ്റ്റ് 2 ലിസ്റ്റ് ഉണ്ട്, 2 ലിസ്റ്റ് വന്നു. ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ആണ് ഇത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ ട്രേഡ് കൊടുക്കാവുന്നതാണ്, ബ്രാക്കറ്റ് ഓർഡർ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലാങ്ക് മാർക്കറ്റ് വാച്ച് എടുത്തിട്ട് ഡെറിവേറ്റീവ്സിൽ പോയിട്ട് നിഫ്റ്റിയും ഇതേപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ഞാൻ ഇന്നത്തെയാണ് കോളും പുട്ടും ഞാൻ എടുക്കുന്നു. നിഫ്റ്റി 23,400 എടുക്കുന്നു, ക്ലിക്ക് ചെയ്തു, ആഡ് ചെയ്തു. കോളും പുട്ടും 23,400ൻ്റെ കോളും പുട്ടും എടുത്തു. 148, 150 ആ റേഞ്ചാണ് രണ്ടിലും. 10 മിനിറ്റ്സിലൊരു ഓർഡർ. ഇതിൽ ഓർഡർ ഇടാൻ പറ്റും നോ. നിഫ്റ്റിയിലും ഇതേപോലെ ഓർഡർ ഇടാൻ പറ്റും. നമുക്ക് ഇവിടെയാണ് ബൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എത്ര ഇടേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. 10 രൂപ താഴേക്ക് പോകും. 10 പോയിന്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോസ് അടിക്കും. 20 പോയിന്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ്. ഇതേപോലെ നമുക്ക് ഓർഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ആവും. നിഫ്റ്റി 25 ലോട്ട് 147 ആണ് ബൈ. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ തന്നെ ഇതിനകത്ത് വന്നു. സോറി, സ്റ്റോപ്പ് ലോസ് നോക്കി 137 താഴേക്ക് വരുമ്പോൾ 10 പോയിന്റ് താഴേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ്, അതായത് 25 × 10 250 രൂപ ലോസ് ആവും. 167.70 ആണെങ്കിൽ 10 രൂപ 20 രൂപ പ്രോഫിറ്റ് ആവും. അതായത് 20 × 147 ഏകദേശം 500 രൂപ പ്രോഫിറ്റ് വരും. ക്ലിയർ ആണല്ലോ?
നമുക്കിതിന് ഈ ഒരു ഓർഡർ എടുക്കുന്നതിന് നമുക്ക് ശരിക്കും എത്ര രൂപ വേണം? നോർമൽ ഒരു ഓർഡർ ആണെങ്കിൽ നിഫ്റ്റി കോളും പുട്ടൊക്കെ എടുക്കുമ്പോൾ അത് 25 ഇൻറ്റു പ്രൈസ് അല്ലേ, അങ്ങനെ നോക്കാറ്. നിഫ്റ്റിയുടെ ആണെങ്കിൽ 25 ഇൻറ്റു പ്രൈസ്. അപ്പോൾ എത്ര വരും? 25 ഇൻറ്റു 147. ഇതെടുക്കാൻ ആക്ച്വലി വേണ്ടത് 3675 ഒരു ലോട്ട് എടുക്കുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ പകുതി താഴെ മതി അല്ലേ. 1390 ഉണ്ടെങ്കിൽ പ്രീമിയം റിക്വയർമെൻറ്റ് അത്രയേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്താണ്? ഇത് ഭയങ്കര സേഫ് ആണെന്നുള്ളത്. താഴേക്ക് വയ്ക്കുക സ്റ്റോപ്പ് ലോസ് അടിക്കും, മുകളിലേക്ക് വയ്ക്കുക പ്രോഫിറ്റ്. അതായത് അൺലിമിറ്റഡ് ലോസിനുള്ള സാധ്യത ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ലോസ് മിനിമൈസ് ചെയ്യാനുള്ള സാധ്യത ആണ് ഈ ബിഗ് ട്രേഡ് പ്ലസിലൂടെ, ഈ ബ്രാക്കറ്റ് ഓർഡറിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇത് റിസ്ക് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതിയാണ് ഈ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് അടിപൊളിയല്ലേ? ചാർട്ടിൽ നിന്ന് സൂപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും അല്ലേ. അത് നമുക്ക് ലെവൽസ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ കറക്റ്റായിട്ട് ലെവൽ നോക്കി, റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്ന ആളാണെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് എത്ര ഇട്ട് അതിന് എത്ര ടൈംസ്, അത് 1:2, 1:3 ഒക്കെ അങ്ങനെയൊക്കെ നോക്കുന്ന റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ തന്നെ റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഡേ ട്രേഡിക്ക് മാത്രമാണ് ഇത് പറ്റുക. എന്തായാലും അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓർഡറിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ. താഴേക്ക് പോയി സ്റ്റോപ്പ് ലോസ് അടിക്കും, മുകളിലേക്ക് വന്ന് ടാർഗറ്റ് മീറ്റ് ചെയ്യും അല്ലേ. എന്നാൽ ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇടാം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ്, അതായത് മാർക്കറ്റിൽ പ്രൈസ് കയറുന്നതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസും അതിനൊപ്പം തന്നെ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളുമായിട്ട്, ഒരു ഐഡിയയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing.